ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ഒന്നുമില്ലാതെ അരിപ്പൊടി വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം നോക്കാം. അതിനുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് അളവിൽ അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അരിപ്പയിലോട്ട് വെച്ച് കൊടുക്കാം. ഈ അരിപ്പൊടിയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. അടുത്തായിട്ട് ഒരു 3/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പും കൂടെ നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം. ഏലക്കയുടെ തൊണ്ട് മാറ്റിയായിരുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ മുട്ടയിലോട്ട് പഞ്ചസാര അടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന മുട്ടയുടെ മിക്സിലോട്ട് ഒരു 1/4 ഗ്ലാസ് അളവിൽ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ സാധാരണ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് ഇതായിട്ട് കിട്ടിയേക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ രീതി തന്നെ ഞാൻ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു കുക്കറിലാണ്. ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ തൂത്ത് ബട്ടർ പേപ്പറും അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഓയിൽ അപ്ലൈ ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലോട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. അതിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ടുണ്ട്. ഞാനൊരു പഴയ പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുക്കർ വയ്ക്കാം. ഒരു ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്, അതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു 35 മിനിറ്റ് ആയപ്പോൾ. എന്നിട്ടൊന്ന് കുത്തി നോക്കിയായിരുന്നു. അന്നേരം ചെറിയ കുത്തിയൊന്ന് വേവാനുണ്ടായിരുന്നു. അത് ഇനി 5 മിനിറ്റിലൂടെ പിന്നെ വെച്ചു. ഒന്ന് കുത്തി നോക്കിയതാണ്. ഈ കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതേ കണ്ടോ, നമ്മുടെ കുക്കറിലൊന്നും പറ്റിയതും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചേക്കണം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കും. നമ്മുടെ കേക്ക് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ. ഇതുകൊണ്ട് ഇപ്പുറത്തെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കേക്ക് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ കൊണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.